എത്തിയോ? നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? പറയത്തക്ക വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല. എന്നത്തെയും പോലെ കാര്യങ്ങൾ നീങ്ങി, അത്ര തന്നെ. എന്താ ചന്ദ്രു നീ ഇങ്ങനെ നോക്കുന്നേ? ഒരുമാതിരി ആദ്യം കാണുന്ന പോലെ. ഞാനൊരു കാര്യം ചോദിച്ച മാധവേട്ട സത്യം പറയൂ? അതെന്താ ചന്ദ്രു അങ്ങനെ? ഞാൻ ഇന്ന് വരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ശരി തന്നെ. പക്ഷേ ആ ശീലങ്ങളിലൊക്കെ മാറ്റം വന്നതുപോലെ. അതൊക്കെ നിന്റെ തോന്നലുകളാ. എന്റെ ശീലങ്ങളിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. മാധവേട്ടന് എന്നെ അറിയിക്കാൻ കഴിയാത്തതായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ മാധവേട്ട. മാധവേട്ടന് എന്തെങ്കിലും സങ്കടം? മാധവേട്ടന്റെ മനസ്സ് വേദനിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ ചന്ദ്രു? നീയാകെ സീരിയസ് ആണല്ലോ. നിനക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ട്. ചോദിക്ക്. മതി ഉരുണ്ട് കളിച്ചത്. ഇന്നലെ വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് മാധവേട്ടൻ ഫോൺ എടുത്തോ? മഫ്ലർ എടുത്തോ? എന്താ മാധവേട്ടന് പറ്റിയത്? എല്ലാ കാര്യങ്ങളും വലിയ ചിട്ടയോട് ചെയ്യുന്ന മാധവേട്ടൻ ഇന്ന് സാധാരണ കാര്യങ്ങൾ വരെ മറക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണോ എന്റെ സ്വഭാവമാറ്റത്തിന് കാരണമായിട്ട് നീ കണ്ടുപിടിച്ചത്? ചന്ദ്രു, ഫോൺ എടുക്കാൻ ഞാൻ മറന്നു, അത് ശരിയാ. പിന്നെ മഫ്ലർ, രാത്രി ഡ്യൂട്ടിക്ക് തണുപ്പേൽക്കാതിരിക്കാനല്ലേടോ മനുഷ്യരും മഫ്ലർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ തണുപ്പ് സമയമല്ലല്ലോ. എനിക്കാണെങ്കിൽ ഫ്ലോറിനകത്തും ആ ഡ്യൂട്ടി. ബോധപൂർവം മഫ്ലർ എടുക്കാത്തത് തന്നെയാ. എന്താ, എന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലെന്ന് ഇപ്പൊ ചന്ദ്രുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞോ? അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നാലും തൽക്കാലം ഞാനിത് വിശ്വസിക്കുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. ചന്ദ്രു, എന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം നിന്നെ ഒളിപ്പിക്കുന്നത് നീ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പൊ തന്നെ നിനക്ക് 1000 പ്രശ്നങ്ങളാ. കൂട്ടത്തിൽ ഇതും കൂടെ കേൾക്കുമ്പോ നിനക്ക് സഹിക്കാൻ കൂടി പറ്റില്ല. മാനത്തെ കൊട്ടാരം